ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ മത്സരാർത്ഥികൾക്കിടയിൽ കടുത്ത മത്സരവും നാടകീയ രംഗങ്ങളും അരങ്ങേറി. റേസ് സ്റ്റാർ ബാഡ്ജ് നേടുന്നതിനുള്ള ടാസ്കാണ് ഇതിന് പ്രധാന കാരണം. ഈ ടാസ്കിൽ വിജയിച്ച ആര്യൻ, ബിന്നി, ഷാനവാസ് എന്നിവർക്ക് അവരുടെ സ്വകാര്യ സാധനങ്ങൾ എടുക്കാൻ അനുവാദം ലഭിച്ചു. എന്നാൽ മറ്റുള്ളവർക്ക് യൂണിഫോം ധരിക്കേണ്ടി വന്നു. പക്ഷേ ബിഗ് ബോസ് ഈ ബാഡ്ജുകൾ മറ്റുള്ളവർക്ക് തട്ടിയെടുക്കാൻ അവസരം നൽകിയതോടെ വീട്ടിൽ സന്തോഷം ഉടലെടുത്തു. ബാഡ്ജ് കൈവശമുള്ളവരെ മറ്റുള്ളവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കാണാമായിരുന്നു. ഇതിനിടെ ഷാനവാസ് തന്റെ ബാഡ്ജ് ഒനീദിന് കൈമാറിയത് അനീഷിനെ ചൊടിപ്പിച്ചു. അനീഷ് ഇതിനെ വില കുറഞ്ഞ കളി എന്ന് വിശേഷിപ്പിക്കുകയും ദേഷ്യപ്പെട്ട് ബാത്റൂമിൽ വാതിൽ ചവിട്ടുകയും ചെയ്തു. അതേസമയം വീട്ടിൽ മറ്റൊരു പ്രശ്നവും ഉടലെടുത്തു. രേണുവിന് തലവേദനയാണെന്ന് പറഞ്ഞത് സഹമത്സരാർത്ഥിയായ ശരത്തിനെ ചൊടിപ്പിച്ചു. രേണു തലവേദന നടക്കുകയാണെന്ന് ശരത്ത് ആരോപിച്ചപ്പോൾ അവർ തന്നെ അനാവശ്യമായി വിമർശിക്കുകയാണെന്ന് രേണു തിരിച്ചടിച്ചു. ഈ രംഗങ്ങൾ ഒരു നർമ്മം കലർത്തിയ ട്വിസ്റ്റ് നൽകിക്കൊണ്ട് അക്ബർ ഖാൻ മെഡിക്കൽ മിറാക്കിൾ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതിനിടെ അഭിലാഷ് ക്യാമറയിൽ നോക്കി വീട്ടിൽ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ സീസണിന്റെ ടാഗ്ലൈൻ ഏതിന്റെ പണിയാണ് വീട്ടിലൊരുക്കിയ പണിപ്പുര എന്ന പ്രത്യേക മുറിയിൽ മത്സരാർത്ഥികളുടെ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. ടാസ്കുകളിലൂടെ വിജയിക്കുന്നവർക്ക് മാത്രമേ അവരുടെ സാധനങ്ങൾ തിരികെ ലഭിക്കുകയുള്ളൂ. ഇതിൽ നിന്ന് കൂടുതൽ തീവ്രമാകുമെന്ന് പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ എപ്പിസോഡുകളിൽ തന്നെ നാടകീയ രംഗങ്ങൾക്കും വാശിയേറിയ മത്സരങ്ങൾക്കും തുടക്കമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങളും തന്ത്രപരമായ നീക്കങ്ങളും പ്രതീക്ഷിക്കാം.